അങ്ങനെ ഓട്ടങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 5 റൗണ്ടൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, UDF ആണ് ഭരണത്തിൽ വരുന്നത്. വൻ തരംഗമാണ്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വിചാരിക്കുന്നത് പോലല്ല. ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്, പിണറായി വിജയനെതിരെ ഒരു വികാരമുണ്ട്. അത് കൃത്യമായിട്ട് പാർട്ടി അണികൾ തന്നെ ഈ ഗവൺമെൻറ്റിന് തിരിഞ്ഞു കുത്തും എന്നൊക്കെ പറഞ്ഞെങ്കിലും പലരും നമ്മളോട് കമൻറ്റ് പറഞ്ഞിരുന്നു, ചേട്ടാ അല്ല, LDF തന്നെ ജയിക്കുമെന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാവും ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് മനസ്സിലാക്കാതെ പോയത് ഇവിടുത്തെ മാധ്യമങ്ങൾക്കും കൃത്യമായിട്ട് കുറച്ച് നേതാക്കന്മാർക്കും മാത്രമാണ്. അണികൾക്കറിയായിരുന്നു, ബ്രാഞ്ച് കമ്മിറ്റി തൊട്ടുള്ള അണികൾക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്, അത് കൃത്യമായിട്ട് ഞങ്ങൾ തിരിഞ്ഞു കുത്തും. ഇനി നിലനിൽക്കണമെങ്കിൽ ഈ നേതാക്കന്മാർക്കെതിരെ ഒരടി കൊടുത്താൽ മാത്രമേ രക്ഷപ്പെടുത്തുള്ളൂ എന്ന് കൃത്യമായിട്ട് അണികൾക്കറിയായിരുന്നു. അത് അവർ കൃത്യമായിട്ട് പ്രയോഗിക്കുകയും ചെയ്തു. കാരണം സംഘടനാ തത്വത്തിൻ്റെ എന്തോന്നും അച്ചടക്ക വാളൊന്നും പിടിച്ച് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അത് തന്നെയാണ് സംഭവിച്ചത്. ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 101 സീറ്റോളം UDF ലീഡ് ചെയ്യുന്നു. LDF കേവലം 38 സീറ്റിലേക്കൊക്കെ ഒതുങ്ങിയിരിക്കുന്ന NDA 1 സീറ്റിലേക്ക് മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ്. അതിന് ചില മാറ്റങ്ങൾ വരാം. എന്നാലും ഒരു കാര്യം മനസ്സിലാക്കുന്നു, UDF മുന്നിട്ട് നിൽക്കുന്ന ഏകദേശം 90% സീറ്റിലും ഏകദേശം അവരുടെ ലീഡ് എന്ന് പറയുന്ന 5000 ഒക്കെ കടഞ്ഞു, ഏകദേശം 10,000 20,000 ഒക്കെ കടന്ന സീറ്റുകളാണ്. പക്ഷേ LDF മുന്നിട്ട് നിൽക്കുന്ന സീറ്റുകളിൽ 5 6 സീറ്റുകൾ മാത്രമേ ഉള്ളൂ 5000 10,000 കടന്ന സീറ്റുകൾ. ബാക്കിയെല്ലാം 342 442 500 1000-ന് താഴെ ലീഡ് മാത്രമേ ഉള്ളൂ. അങ്ങനെ 10-15ഓളം സീറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതൊരു പക്ഷേ മാറിമറിയാം, കൃത്യമായിട്ട് മാറിമറിയാം. ഒരു തരംഗം ആഞ്ഞടിക്കുന്നുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് 5 റൗണ്ട് പിന്നിടുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 35,000 വോട്ടിന് ലീഡ് ഉണ്ടായിരുന്ന പയ്യന്നൂർ കുഞ്ഞികൃഷ്ണൻ്റെ മണ്ഡലം. പയ്യന്നൂര് ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം 344 544 വോട്ടേ ഉള്ളൂ ലീഡ് എന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് പയ്യന്നൂർ തിരിയാൻ സാധ്യതയുണ്ട്. തളിപ്പറമ്പും അതുപോലെ തന്നെ. TK ഗോവിന്ദൻ അവിടെ ലീഡ് ചെയ്യുന്നു. ഇടതുപക്ഷത്തിൻ്റെ കോട്ടയിൽ ഗോവിന്ദൻ ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഇടതുപക്ഷത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? കൃത്യമായിട്ട് അണികൾ കൃത്യമായിട്ട് നേതാക്കന്മാർക്കിട്ട് കൊട്ടുകൊടുത്തിരിക്കുന്നുണ്ട് എന്നുള്ള, നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ സഹിച്ചു തരത്തില്ല എന്ന് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വേറൊരു സംഭവമുണ്ട്. നമ്മുടെ ശൈലജ ടീച്ചർ കഴിഞ്ഞ പ്രാവശ്യം മട്ടന്നൂരിൽ നിന്ന് 60,000 വോട്ട്, കേരള നിയമസഭയിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയ മട്ടന്നൂര്, ഇപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ സനൂജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഏകദേശം 342 വോട്ടിന് ലീഡ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ചിലപ്പോൾ ഈ സമയത്ത് ലീഡ് UDF മാറാം. എന്തിനേറെ പറയുന്നു, നമ്മുടെ പിണറായി വിജയൻ 5 റൗണ്ട് പിന്നിടുമ്പോൾ ഏകദേശം 2000-ൽ പരം വോട്ടിന് പിറകിലാണ് എന്നുള്ളതാണ്. പിണറായി വിജയൻ വിജയിക്കുമെന്നൊക്കെ ഏകദേശം ഉറപ്പാണ്. കാരണം ഇനി പാർട്ടി ശക്തി കേന്ദ്രങ്ങളാണ് എണ്ണാൻ പോകുന്നത് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം കൃത്യമായിട്ട് പിണറായി വിജയന് ജനങ്ങൾ കൊടുത്ത ഒരു താക്കീത്, ഒന്നും പറഞ്ഞു നിൽക്കാൻ പാർട്ടിക്ക് ഇനി ആവില്ല. ശക്തമായ നടപടികൾ സ്വീകരിച്ചേ പറ്റൂ. നമ്മുടെ ഗോവിന്ദൻ മാഷയുടെ ഭാര്യ ശ്യാമളയ്ക്കും പിണറായി വിജയന് തന്നെയും കൃത്യമായിട്ട് പണി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വിജയരാഘവൻ്റെ ഭാര്യ ആർ ബിന്ദു ഒന്നും ഒരു സമയത്ത് പോലും ലീഡിലേക്ക് വന്നിട്ടില്ല. ഏകദേശം 21 മന്ത്രിമാരിൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് 5 മന്ത്രിമാർ മാത്രമേ ഉറപ്പുള്ളൂ എന്നുള്ളത്. അത് ശരിവെക്കുന്ന കണക്കുകൾ തന്നെയാണ് ഇപ്പം പുറത്തു വരുന്നത്. എന്നാലും പല മന്ത്രിമാരുടെയും കഥകൾ കേൾക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. നമ്മുടെ ഫജി ചെറിയാൻ, എനിക്ക് ഈ സമയത്ത് 10,000 വോട്ടിനൊക്കെ ലീഡ് ചെയ്യേണ്ട ഫജി ചെറിയാൻ ഏകദേശം 1000-ൽ പരം വോട്ടിന് മാത്രമാണ് ഇപ്പം മുമ്പിൽ നിൽക്കുന്നത്. അത് തന്നെ മറിയാം. അപ്പം പാർട്ടി കൊത്തളങ്ങൾ, പാർട്ടി കോട്ടകളൊക്കെ തകർന്നു തരിപ്പണമാകുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ തകർത്തതല്ല, ഇടതുപക്ഷത്തിൻ്റെ അണികൾക്ക്, പാർട്ടി അംഗങ്ങൾക്ക് പാർട്ടിയോടുള്ള സ്നേഹമാണ് ഇപ്പം കാണിച്ചു തന്നിരിക്കുന്നത്.
ഇങ്ങനെ നേതാക്കന്മാർ പോയാൽ, ഇങ്ങനെ ധാർഷ്ട്യം കാണിച്ചാൽ ഞങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കില്ല. അച്ചടക്കം പാലിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. വോട്ടിലൂടെ ഞങ്ങൾ തിരിഞ്ഞു കുത്തും എന്ന് കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തു. അത് ഇനിയെങ്കിലും നേതാക്കന്മാർ മനസ്സിലായാൽ അവർക്ക് കൊള്ളാം. ഏതായാലും നമ്മൾ നോക്കുമ്പോൾ UDF 10 സീറ്റോളം, LDFൻ്റെ 10 സീറ്റോളം, ഏകദേശം 1000 താഴെയാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. ഇനി ഒരുപക്ഷെ 100-ന് മുകളിലേക്ക്, ചിലപ്പോൾ 110-ലേക്കൊക്കെ എത്താൻ സാധ്യതയുണ്ട്. അതാണ് ഈ ട്രെൻഡ് കാണിച്ചു തരുന്നത്. UDFകാർ പോലും വിചാരിച്ച് കാണത്തില്ല ഇങ്ങനൊരു വിജയം നമുക്ക് കാത്തിരുന്ന് കാണാം. ഇലക്ഷൻ റിസൾട്ടൊക്കെ കൃത്യമായിട്ട് വന്നതിന് ശേഷം വീണ്ടും ഞാൻ വീഡിയോയുമായിട്ട് വരാം. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും എത്തും വരെ ഓക്കെ.